ഭവനങ്ങൾക്കകത്തും വ്യാപാര സ്ഥാപനങ്ങൾക്കകത്തും വാഹനങ്ങൾക്കകത്തുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കട്ടെ. പുനലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എനിക്ക് മുമ്പേ സംസാരിച്ച കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള ലഹരിമരുന്നിന്റെയൊക്കെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് സ്നേഹം തണുത്തുറഞ്ഞുപോയി, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ആർക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം വല്ലാതെ തകർക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ തെരുക്കോടുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി മുൻപെങ്ങുമില്ലാതെ വണ്ണം അത് വർദ്ധിച്ചു വരികയാണ്. ഞങ്ങളുടെ ഈ സന്ദേശം ഒരു രാഷ്ട്രീയ പ്രസംഗമോ സാംസ്കാരിക പ്രസംഗമോ അല്ല. ഇതൊരു മത പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശവുമല്ല, മറിച്ച് ഇത് മനുഷ്യന്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള സന്ദേശമാണ്. മനുഷ്യൻ ഭൂമിയിൽ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഇതിനോട് യോജിപ്പ് കാണണമെന്നില്ല. നിങ്ങൾ എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കുന്നു, എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ കേൾക്കുന്നു, എത്രയോ ചാനൽ ചർച്ചകൾ കേൾക്കുന്നു. അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രം നാം അംഗീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കി മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാനാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനാണ്. എന്നാ മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയും ബന്ധവും ഒക്കെ വിട്ടുപോയി അവന്റെ സ്വന്തം ഇച്ഛയിൽ, സ്വന്തം തീരുമാനത്തിൽ, സ്വന്തം താല്പര്യങ്ങളിലൊക്കെ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് പാപം എന്നാണ്. അങ്ങനെ സകല മനുഷ്യനും, ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്ത കാലം മുതൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു. ഇവിടെ ആരും ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും ക്രിസ്ത്യാനിയായിട്ടും പാഴ്സിയായിട്ടും ബുദ്ധമതക്കാരനായിട്ടും ഒന്നും ജനിക്കുന്നില്ല. ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. എന്നാ അവന്റെ സാഹചര്യങ്ങൾ, അവൻ ജനിച്ചു വീഴുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം, അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ സാമൂഹ്യ ബന്ധങ്ങളാണ് മതം എന്നത് അവനൊരു ലേബലായി മാറുന്നത്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഏത് കുടുംബത്തിലാണോ ജനിക്കുന്നത് ആ കുടുംബത്തിന്റെ മതമാണ് ആ മനുഷ്യൻ ലഭിക്കുന്നത്. ഇവിടെ ആരും ഹിന്ദുവായി ജനിക്കുന്നില്ല, ഇവിടെ ആരും ക്രിസ്ത്യാനിയായി ജനിക്കുന്നില്ല, ഇവിടെ ആരും മുസൽമാനായി ജനിക്കുന്നവരൊക്കെ മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഈ മനുഷ്യനായി ജനിക്കുന്ന സകലരും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു. കാരണം ആദിമ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി പാപത്തിൽ വീണതുകൊണ്ട് ഈ ഭൂമുഖത്ത് ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുകയാണ്. നീ ഹിന്ദുവിന്റെ വീട്ടിൽ ജനിച്ചാലും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചാലും, മുസൽമാന്റെ വീട്ടിൽ ജനിച്ചാലും, പാഴ്സിയുടെ വീട്ടിൽ ജനിച്ചാലും, അമേരിക്കയിൽ ജനിച്ചാലും, UK ജനിച്ചാലും, കേരളത്തിൽ ജനിച്ചാലും, ബംഗാളിൽ ജനിച്ചാലും ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ വളരുകയാണ്. പാപം അവന്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ചെയ്യുന്നതൊക്കെ തിന്മ പ്രവർത്തികളായി മാറുന്നു. അവന് നല്ലത് ചിന്തിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അവൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ കഴിയാതെ വണ്ണം തിന്മയിലേക്ക് അവന്റെ മനസ്സും അവന്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മാറിപ്പോവുകയാണ്. അങ്ങനെ മനുഷ്യൻ പാപത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ ഒരിക്കൽ പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിച്ച് ശാരീരികമായി മനുഷ്യൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണം ഒന്നിന്റെയും അവസാനമല്ല. ലോകത്തിലെ സകല മനുഷ്യനും ചിന്തിക്കുന്ന മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാ ചിന്തിക്കുന്നത്. എന്നാ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു, എന്നാൽ ആത്മാവ് നിത്യമായി ജീവിക്കുന്നു. ആത്മാവിന് മരണമില്ല.
അവനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ആത്മാവിന് മരണമില്ലാത്ത അവസ്ഥയിലാണ് അവനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവിന് മരണമില്ല. മരണമില്ലാത്ത ആത്മാവ് മരണശേഷം ശരീരം മണ്ണോട് ചേരും. പക്ഷേ ഈ ആത്മാവ് എവിടെ പോകും? അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് മരണശേഷമല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ എന്ത് തീരുമാനമെടുത്ത് ജീവിക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് ആ മനുഷ്യന്റെ മരണശേഷമുള്ള ജീവിതം. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോ ഇവിടെ വെച്ച് പാപത്തെ പരിഹരിച്ച് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അവന് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാം. മരിച്ചതിന് ശേഷം ആരെങ്കിലുമൊക്കെ നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കുർബാനകളോ അല്ലെങ്കിൽ വെഞ്ചരിപ്പുകളോ അത്തരത്തിലുള്ള ധൂപപ്രാർത്ഥനകളോ ഒന്നും കൊണ്ട് ഒരു മനുഷ്യനെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോ നിത്യത എവിടെയാണെന്നുള്ളത് മനുഷ്യൻ തീരുമാനിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അതിനുള്ള സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനിച്ചു വീണ മതവും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന കർമാചാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി ഒരു മനുഷ്യനും നിത്യതയിൽ ചെല്ലാൻ കഴിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യന് മതം കൊണ്ടോ അവന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അവന്റെ ആചാരങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ അവൻ ചെയ്യുന്ന കുർബാനകൾ, കുംഭസാരങ്ങൾ, കൂദാശകൾ ഇതൊന്നും കൊണ്ട് മനുഷ്യന് സ്വർഗത്തിൽ ചെല്ലാൻ കഴിയില്ല, നിത്യതയിൽ ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തോടുള്ളതിന്റെ സമാനതയിൽ വസിച്ചവൻ ആ സമത്വത്തെ മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ദൈവമായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു. എന്ന ദൈവത്തോടുള്ളതിന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് വന്ന മനുഷ്യനെ സ്നേഹിച്ച, ഒരു നന്മയും വസിക്കാത്ത, ബലഹീനനായ, അഭക്തനായ, പാപിയായ, യാതൊരു പ്രയോജനമില്ലാത്ത മനുഷ്യനെ സ്നേഹിച്ച, സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹത്തിന്റെ നിറകൂട്ടമായ, സ്നേഹസ്വരൂപനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയാ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു. ആരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കിയ ഒരുവനെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന, മറിച്ച് ദൈവമായിരുന്നവൻ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ നമ്മിലൊരുത്തനായി, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഭൂമിയിൽ പാർത്തവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പാപം എന്തെന്നറിയാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പരമപരിശുദ്ധനായ, പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു മാനവകുലത്തിന്റെ സകല പാപവും, എന്റെയും എന്നെ കേൾക്കുന്ന സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ മലമുകളിൽ സകല മാനവകുലത്തിനും വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ സകല പാപത്തിന്റെയും പരിഹാരം വരുത്തി, സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തി. ക്രിസ്ത്യാനിയായി ജനിച്ചവന്റെയും മുസൽമാനായി ജനിച്ചവന്റെയും ഹിന്ദുവായി ജനിച്ചവന്റെയും ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ജനിച്ച സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഒരേ ഒരു മാർഗം, അത് കാൽവരിയിലെ യേശു ക്രിസ്തുവിന്റെ യാഗമാണ്. ആ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല മനുഷ്യരും പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ള സന്ദേശം ഇതാണ്: പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ മറ്റൊരു മാർഗവുമില്ല. ക്രിസ്തേശുവിന്റെ യാഗം, പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ എനിക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആര് ഹൃദയം സമർപ്പിക്കുമോ അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു. അത് നിങ്ങളുടെ ജാതി ഏതുമാകട്ടെ, മതമേതുമാകട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ ശിഹാബുദ്ദീനും, ഞങ്ങളുടെ കൂടെയുള്ള മുരളിയും, ഞങ്ങളുടെ കൂടെയുള്ള ഉണ്ണിയും, ഞങ്ങളുടെ കൂടെയുള്ള മോനച്ചനും ഒക്കെ വിവിധ മതങ്ങളിൽ ജനിച്ചവരാണ്. പക്ഷേ ക്രിസ്തേശുവിലെ വിശ്വാസത്താൽ ദൈവമക്കൾ എന്ന അധികാരത്തിലേക്ക് അവർ വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. ആ ദൈവമക്കളുടെ പദവിയിൽ
വിശുദ്ധിയിൽ ദൈവത്തെ സേവിച്ച് ജീവിക്കാമെങ്കിൽ നിങ്ങൾക്ക് നിത്യതയിൽ ചെല്ലാൻ കഴിയും. അല്ലാതെ ഇവിടെ നടത്തുന്ന കുർബാനകൾക്കോ കുംഭസാരങ്ങൾക്കോ നിങ്ങൾ നടത്തുന്ന കൂദാശകൾക്കോ നിങ്ങൾ നടത്തുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു മനുഷ്യനെയും നിത്യതയിൽ കൊണ്ട് ചെന്നെത്തിക്കാൻ കഴിയില്ല. മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് ഭൂമിയിൽ വെച്ചാണ്. ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ നിത്യമായ സന്തോഷത്തിലേക്കും നിത്യമായ സ്നേഹത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാ. ഇതുവരെയും ക്രിസ്തേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുകയാ. വചനം ഇങ്ങനെ പറയുന്നു, അത് ഞങ്ങൾ ആവേശത്തോടെ ഈ തെരുക്കോടെ ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു മാത്രമാണ് വഴി, യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് ജീവൻ. യേശുവിലൂടെ മാത്രമാണ് നിത്യജീവൻ. ആ നിത്യജീവനിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.